അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 3 ട്രെയിലറുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 4ാമത്തെ ട്രെയിലർ ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 2ാമത്തെയും 3ാമത്തെയും ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഞാൻ ഓൾറെഡി തന്നെ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും മസ്റ്റ് ആയിട്ടും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആഴ്ച ഇന്റർനെറ്റിലൊക്കെ കറങ്ങി നടക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു പ്ലോട്ട് ലീക്കിനെ പറ്റിയാണ്. കഥ കേട്ടിട്ട് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ കഥ ഇങ്ങനെ ആവണമെന്നില്ല. ലീക്കായ ഒരു പ്ലോട്ട് കണ്ടപ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഈ ലീക്കായ പ്ലോട്ടിൽ കഥ ആരംഭിക്കുന്നത് തന്നെ ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാൻ യൂണിവേഴ്സ് കാണിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ സ്പൈഡർമാൻ യൂണിവേഴ്സ് നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശം പിളരുകയും റിയാലിറ്റി എല്ലാം കൊളാപ്സ് ആവുകയും ചെയ്യുന്നത് നേരിട്ട് കണ്ട് നിസ്സഹായനായിട്ട് നിൽക്കുന്ന ടോബി മാഗ്വയറിന്റെ സ്പൈഡർമാന്റെ മുന്നിലേക്ക് ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയും ആ പോർട്ടലിലൂടെ മൾട്ടിവേഴ്സിലേക്ക് എൻ്റർ ആകുന്ന അദ്ദേഹത്തെയുമാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. പിന്നീട് നമ്മൾ കാണുന്നത് കൗൺസിൽ ഓഫ് കാങ്സിനെയോ ഒരുപക്ഷെ കൗൺസിൽ ഓഫ് ഡൂംസിനെയോ ഇല്ലാതാക്കിയിട്ട് MCUവിലേക്ക് എൻ്റർ ചെയ്യുന്ന, അതായത് എർത്ത് 616ലേക്ക് എൻ്റർ ചെയ്യുന്ന സാക്ഷാൽ ഡോക്ടർ ഡൂമിനെയാണ്. ടോണി സ്റ്റാർക്കിന്റെ അതേ മുഖമുള്ള ഡോക്ടർ ഡൂം എർത്ത് 616ലെ സൂപ്പർ ഹീറോസിനെ ടോണി സ്റ്റാർക്ക് എന്ന പേരിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. വാണ്ട മാക്സിമോഫിനെ റിവൈവ് ചെയ്ത് ഡോക്ടർ ഡൂം അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഡോക്ടർ ഡൂം വാണ്ട മാക്സിമോഫിനെ റിവൈവ് ചെയ്തത് മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന്റെയും സ്യൂസ്റ്റോമിന്റെ മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ സഹായത്തോടെയാണ്. തന്റെ ബാറ്റിൽ വേൾഡിലേക്ക് തന്നോടൊപ്പം വന്നാൽ നിന്റെ കുട്ടികളുമായിട്ടുള്ള നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് വാണ്ട മാക്സിമോഫിന് ഡോക്ടർ ഡൂം വാഗ്ദാനം കൊടുക്കുന്നു. ഈ ലീക്കായ പ്ലോട്ടിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഇൻകർഷൻസ് ഉണ്ടായിട്ട് 3 യൂണിവേഴ്സുകൾ മാത്രമേ അവശേഷിക്കത്തുള്ളൂ എന്നാണ്. എർത്ത് 616 അഥവാ മെയിൻ യൂണിവേഴ്സ്, എർത്ത് 828 അഥവാ ദ ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സ്, എർത്ത് 10005 അതായത് 20th സെഞ്ചുറി എക്സ്മെൻ യൂണിവേഴ്സ്. ഈ പറഞ്ഞ 3 യൂണിവേഴ്സുകൾ മാത്രമേ അവസാനമായിട്ട് അവശേഷിക്കുകയുള്ളൂ. ഡോക്ടർ ഡൂം തന്റെ ഡൂം ബോട്ടുകളെയോ സെന്റിനൽസിനെയോ കൺട്രോൾ ചെയ്ത് എക്സ്മാൻഷൻ തകർക്കുകയും പല എക്സ്മെൻ മെമ്പേഴ്സിന്റെയും മരണത്തിനിടയാക്കുകയും ചെയ്യും. ഇതൊന്നുമല്ല രസം. എക്സ്മാൻഷൻ നശിക്കാനും എക്സ്മെൻ മെമ്പേഴ്സ് ഒക്കെ മരണപ്പെടാനും കാരണം മെയിൻ MCU ടൈം ലൈനിലെ ചില വ്യക്തികളാണെന്ന് ഡോക്ടർ ഡൂം മാഗ്നിറ്റോയെയും ചാൾസ് എക്സേവിയർ അഥവാ പ്രൊഫസർ എക്സിനെയും വിശ്വസിപ്പിക്കും. ബാറ്റിൽ വേൾഡിൽ ഒരു മ്യൂട്ടന്റ് നേഷൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാമെന്ന് ഡോക്ടർ ഡൂം അവർക്ക് വാഗ്ദാനം നൽകുന്നു. ഈ ഒരൊറ്റ സംഭവം അവഞ്ചേഴ്സും എക്സ്മെനും തമ്മിലുള്ള പോരാട്ടത്തിന് കാരണമാക്കും. അതെ, അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മെൻ എന്ന പോരാട്ടം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു സന്ദർഭത്തിൽ ഡോക്ടർ ഡൂം നമ്മുടെ ചാൾസ് എക്സേവിയർ അഥവാ പ്രൊഫസർ എക്സിന്റെ സെറിബ്രോ എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള മ്യൂട്ടന്റ് ഡിറ്റക്ടിംഗ് ഡിവൈസ് അടിച്ചു മാറ്റുകയും എക്സ്മെൻ യൂണിവേഴ്സിൽ നിന്ന് ഡോക്ടർ ഡൂം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ചാൾസ് എക്സേവിയറും മാഗ്നിറ്റോയും ഒക്കെ സത്യം മനസ്സിലാക്കുമ്പോഴേക്ക് ഒരുപാട് സമയം അതിക്രമിച്ചു പോയിരുന്നു. മൾട്ടിവേഴ്സിൽ ഉടനീളമുള്ള സൂപ്പർ ഹീറോസിന്റെ പവർഫുൾ ആയിട്ടുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ട് തന്റേതായ ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനാകാം നമ്മുടെ ഡോക്ടർ ഡൂമിന്റെ ശ്രമം. തന്റെ ലക്ഷ്യം വളരെ വേഗത്തിൽ നടത്താൻ വേണ്ടിയായിരിക്കാം മൾട്ടിവേഴ്സിൽ ഉടനീളമുള്ള പവർഫുൾ കിഡ്സിനെ കണ്ടെത്താൻ വേണ്ടി ചാൾസ് എക്സേവിയറിന്റെ സെറിബ്രോ എന്ന പവർഫുൾ ആയിട്ടുള്ള ഡിവൈസ് ഡോക്ടർ ഡൂം അടിച്ചു മാറ്റുന്നത്. ലോകത്തിന്റെ അവസാനത്തേക്ക് നയിക്കാൻ പോകുന്ന ഒരു വലിയ ത്രെറ്റ് വരാൻ പോകുന്നുവെന്ന് ലോക്കി സ്റ്റീവ് റോജേഴ്സിനെ അറിയിക്കാൻ പോകുന്ന തക്കത്തിനാകാം ഡോക്ടർ ഡൂം TVA എന്ന ഓർഗനൈസേഷൻ നശിപ്പിക്കുകയും ലോക്കിയുടെ ത്രോൺ ഇരിക്കുന്ന എൻഡ് ഓഫ് ടൈമിലേക്ക് എത്തുന്നതും. ഡോക്ടർ ഡൂം ഓൾറെഡി തന്നെ ഒരു സൂപ്പർ ഹീറോ ലൈനപ്പിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഡെഡ്പൂൾ, വൂൾവറിൻ, ഗ്യാംബിറ്റ്, X-23, ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ, ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ, ജെയിംസ് മക്വോയുടെ ചാൾസ് എക്സേവിയർ, മൈക്കിൾ ഫാസ്ബെൻഡറിന്റെ മാഗ്നീറ്റോ, ഇവരെയൊക്കെയാണ് ഡോക്ടർ ഡൂം പരാജയപ്പെടുത്തിയത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 3 ട്രെയിലേഴ്സ് ഇറങ്ങിയതിലും ആ 3 ട്രെയിലേഴ്സിൽ നിന്നും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അതായത് സ്റ്റീവ് റോജേഴ്സ് ആയാലും തോർ ആയാലും എക്സ്മെൻ ആയാലും എല്ലാവരും ഒരു വലിയ ത്രെറ്റിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതാണ്.
ഞാൻ ലാസ്റ്റ് ചെയ്ത അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ പറ്റിയുള്ള 3 വീഡിയോസും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഈ ഒരു പ്ലോട്ടിലേക്കും ആ വീഡിയോസിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും കൂട്ടി യോജിപ്പിച്ചാൽ തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. സോ ഗൈസ്, ഇത്രയുമൊക്കെയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഈ ഒരു പ്ലോട്ട് ലീക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ പറ്റിയുള്ള നിങ്ങളുടെ ഫാൻ തിയറികളും ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.